നിങ്ങൾ ആരുടെയെങ്കിലും സമ്പത്തോ അയാളുടെ അഭിമാനമോ അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനർഹമായി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റുള്ള തൗബ പോലെയല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കിടപാടുകൾ എന്ന് പറയുന്നത്. ഏതു മനുഷ്യനോടാണോ നമുക്ക് ആ ഹക്കുള്ളത്, ബാധ്യതയുള്ളത്, അവനെ കണ്ട് അത് തീർത്താലല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരാളെ ആക്രമിക്കുകയോ അന്യായമായ അയാളുടെ സമ്പത്ത് കൈക്കലാക്കുകയോ അയാളുടെ സമ്പത്തിനോ മാനത്തിനോ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അനർഹമായത് ചെയ്തിട്ടോ ഉണ്ട് എങ്കിൽ, നമ്മളാൽ ബുദ്ധിമുട്ടിലായ ആ മനുഷ്യൻ നമുക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആക്രമിക്കപ്പെട്ടവൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിലും യാതൊരു മറയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ മറ്റൊരാളുടെ അഭിമാനത്തിലോ സമ്പത്തിലോ അവൻ്റെ ഒന്നും തന്നെ ആഗ്രഹിക്കാതിരിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് തിരിച്ചു കൊടുത്ത് കഴിച്ചിലാകാനുള്ള പണി നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും.